ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ലിജി. ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദത്തിലൊരു പ്രധാന ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ദന്തപാല. ശ്വേതകുടജ എന്നാണ് ഇതിൻ്റെ സംസ്കൃത നാമം. ഇതിന് വെട്ടുപാല, വെമ്പാല, അയ്യപ്പാല എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. സ്കിൻ ഡിസീസിൽ വളരെ ഫലപ്രദമായ ഒരു ഉപാധിയാണിവ. ഇവയുടെ ഇല, തൊലി, വിത്ത് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഏറെ ഔഷധമൂല്യമുള്ളതാണ്. ആയുർവേദത്തിൽ സോറിയാസിസിന് ഫലപ്രദമായ മരുന്നായി ദന്തപാലയെ ഉപയോഗിച്ചു വരുന്നു. ദന്തപാല തൈലം തലയിൽ തേക്കുന്നത് മുടി വളർച്ച വേഗത്തിലാക്കാനും താരനകറ്റുവാനും ഉത്തമമാണ്. ദന്തപാല തൈലത്തിൻ്റെ തുടർച്ചയായ ഉപയോഗത്തിലൂടെ സോറിയാസിസ്, എക്സിമ, ഡാൻഡ്രഫ്, വട്ടച്ചൊറി, ഡ്രൈ സ്കിൻ, കാൽപാദം ഇണ്ടുകീറുന്നത്, അകാലനര, മുടിയുടെ അറ്റം പിളരുന്നത് തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഓരോ രോഗത്തിനും വൈദ്യനിർദ്ദേശപ്രകാരം കൃത്യമായ രോഗനിർണയത്തിലൂടെ മാത്രം ഈ എണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വളരെ എഫക്റ്റീവായ ദന്തപാല തൈലം വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി കഴുകി വൃത്തിയാക്കിയ ദന്തപ്പാലയുടെ ഇല വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ ചെറുതായി അരിഞ്ഞ് മൺചട്ടിയിലോ ചെമ്പ് പാത്രത്തിലോ ഇട്ട് ഇല മുങ്ങിക്കിടക്കും വിധം അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് 7 ദിവസം വെയിലത്ത് വയ്ക്കുക. ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലയും വെളിച്ചെണ്ണയും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. അതായത് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ ഇല എന്നതാണ് കണക്ക്. 7 ദിവസവും നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഇത് കൊണ്ടുവയ്ക്കാൻ. പുറത്തു നിന്നുള്ള പ്രാണികളും പൊടികളും ഒക്കെ വരുന്നത് ഒഴിവാക്കാൻ നെറ്റ് പോലുള്ള എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാവുന്നതാണ്. കൂടാതെ എല്ലാ ദിവസവും ഒരു തവി വെച്ച് ഇല എണ്ണയുമായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. 7 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല കടും ചുവപ്പ് വയലറ്റ് കളർന്ന നിറത്തിലുള്ള ദന്തപാല എണ്ണ റെഡിയാകും. ഈ തൈലം ഡെയിലി ശരീരത്തിന് പുറമേ പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് സോപ്പ് ഉപയോഗിക്കാതെ കഴുകിക്കളയാം. ഇത് 2-3 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതിലൂടെ സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾ മാറുന്നതാണ്. തലയിൽ കുരുക്കളും താരനും ഉള്ളവരിൽ ഇത് തലയോട്ടിയിൽ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് ഒരു 30 മിനിറ്റ് വച്ചതിന് ശേഷം താളിയോ മറ്റും ഉപയോഗിച്ച് കഴുകിക്കളയാം. തുടക്കത്തിൽ അല്പം മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകും. അത് കണ്ട് ആരും ഭയക്കേണ്ട. അത് ഡെഡ് സെൽസൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഡാമേജ്ഡ് ഹെയർസ് കൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു 1 to 2 വീക്സ് യൂസിൽ തന്നെ നല്ല ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. തനതായ ആയുർവേദ രീതിയിൽ തയ്യാറാക്കിയ ദന്തപാല തൈലം ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്താൽ ആവശ്യാനുസരണം എത്തിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു.